അങ്ങനെ വോക്സ് ഐക്കോണിക് ഹാച്ച് ബാക്ക് ആയിട്ടുള്ള വോക്സ് പോളോ ഈസ് കമ്മിങ് ബാക്ക്. അങ്ങനെ വോക്സ് വാഗന്റെ ഫസ്റ്റ് എവർ ഇലക്ട്രിക് കാർ ID പോളോ അങ്ങ് യൂറോപ്പിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡ്രൈവേഴ്സ് കാർ എന്താണ്, ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്താണെന്നും ഒരു സാധാരണക്കാരനെ പഠിപ്പിച്ചു തന്നൊരു മോഡലാണ് വോക്സ് പോളോ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരുപാട് മിസ് ചെയ്യുന്നൊരു ഹാച്ച് ബാക്കാണ് ഈ പോളോ. ആൻഡ് പോളോ എന്ന ഈ പേര് വോക്സ് അവരുടെ ഫസ്റ്റ് ഇലക്ട്രിക് കാറിൽ റിവൈവ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഗോൾഫ് GTI ട്രിം ഓഫ് ചെയ്ത് എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കണക്റ്റഡ് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് നടുവിലായിട്ട് ഒരു VW ഇലുമിനേറ്റഡ് ലോഗോയും കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ട്രീറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഷാർപ്പ് ലൈനുകളും ബൾജുകളും മൊത്തത്തിലൊരു നല്ല സ്പോർട്ടി ലുക്ക് തന്നെ സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ അവിടെയും ഫുള്ളി LED കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്, ഇലുമിനേറ്റഡ് VW ലോഗോ വരുന്നുണ്ട്, സ്പോർട്ടിയിൽ സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ വോക്സ് വാഗൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗിമ്മിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. ലുക്സ് വെരി ക്ലീൻ ആൻഡ് സ്പോർട്ടിയർ. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഫീച്ചർ ലോഡാണെങ്കിലും ഇറ്റ്സ് ലുക്ക് വെരി മിനിമൽ ആൻഡ് ഡീസെന്റ്. ഒരു 13-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. അതിനകത്ത് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. പിന്നെ ഒരു 10-inch ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗിൽ ഒരുപാട് ഫിസിക്കൽ ബട്ടൺസും കാണാൻ സാധിക്കും. പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഹർമന്റെ ഒരു ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ 12-way പവർഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് മെമ്മറി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ഒരു ഡീസെന്റ് എമൗണ്ട് ഒരു 441 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബാറ്ററി ആൻഡ് പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ 2 ബാറ്ററി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു 32 kWh ഓപ്ഷനും അതുപോലെ തന്നെ ഒരു 52 kWh ഓപ്ഷനാണ് വരുന്നത്. 37 kWh ബാറ്ററിയിൽ 135 HP പവറും അതുപോലെ തന്നെ 329 km റേഞ്ചുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പക്ഷേ 52 kWh ബാറ്ററിയിൽ 211 HP പവറും അതുപോലെ തന്നെ 454 km റേഞ്ചും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം പ്രൈസിന്റെ കാര്യം പറയുവാണെങ്കിൽ യൂറോപ്പിൽ ഏകദേശം ഒരു 25,000 യൂറോസിനാണ് ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 27 to 28 ലാഖിനായിരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന കാര്യം ഒഫീഷ്യലി ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. മേ ബി 2027 ലോഞ്ച് ചെയ്തേക്കാന്നൊരു റൂമറൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത്രയും പൈസയും കൊടുത്തിട്ട് ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്ക് വാങ്ങുമെന്നുള്ള കാര്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്